അതുകൊണ്ടോ അത് സൈക്കിൾ റിക്ഷയൊക്കെ പോകുന്നത്. ഇവിടുത്തെ മെയിൻ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടോ ഈ സൈക്കിൾ റിക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇടവഴി കൂടെ കയറി വേറൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കരകൗശല വസ്തുക്കളാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടോ, അത്രയും രസമാണ്. ഇവിടെ എങ്ങോട്ടാണ് പോകുന്ന ഒരു ഐഡിയ ഇല്ല ഗൈസ്, അത്രത്തോളം തിരക്കാണ്. അയ്യോ ഇത് നോക്കിയേ, ഇത് ഏതൊരു നാട്ടിലും ഇതുപോലെ ഇഷ്ടംപോലെ ഒരു മാർക്കറ്റ് ഉണ്ടാവും, നല്ല വലിയൊരു മാർക്കറ്റ്. എല്ലാവരും എന്തിനും വേണ്ടി വരുന്നൊരു മാർക്കറ്റ് ഉണ്ടാവും. ചോർ ബസാറിൻ്റെ ഇവിടെ തന്നെ തൊപ്പി ഇയാള്. അയ്യോ ഫ്രണ്ട്സ്, സമയം ഇപ്പോൾ 6 മണിയാണ്. ഞാനുള്ളത് ഡൽഹി മാർക്കറ്റിലാണ് കേട്ടോ. അതായത് ഡൽഹിയിലെ വലിയൊരു മാർക്കറ്റിൻ്റെ അടുത്താണ്, വലിയൊരു ബസാറിൻ്റെ അതികൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡൽഹി മാർക്കറ്റിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. നല്ല അതിമനോഹരമായിട്ടുള്ള രാത്രി കാഴ്ചകളാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ എന്നോടൊപ്പം നിങ്ങളും യാത്ര ചെയ്യുക, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. പാസഞ്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ചോർ ബസാർ ആ റോട്ടിലോട്ടാണ്. ചോർ ബസാർ പറയുന്നത് സൺഡേ മാത്രം ഓപ്പൺ ആകുന്നൊരു മാർക്കറ്റാണ് കേട്ടോ. നമുക്ക് ആ ഏരിയ ഒന്ന് കാണാം എങ്ങനെയുണ്ടെന്ന്. നമ്മളിത് ആ ചോർ ബസാറിലോട്ട് എൻ്റർ ആവാൻ പോകുന്ന തൊട്ട് മുമ്പുള്ളൊരു മാർക്കറ്റാണ് കാണുന്നത്. ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അതായത് ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അത്രത്തോളം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊരു എല്ലാത്തിനും വലിയൊരു മാർക്കറ്റ് കേട്ടോ. നല്ല തിരക്കുള്ള ഭയങ്കര ക്രൗഡായിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഇതിൻ്റെ പലവിധ സാധനങ്ങളും കച്ചവടം ചെയ്യാൻ വെച്ചിരിക്കുന്ന നല്ലൊരു വലിയൊരു മാർക്കറ്റാണ്. നല്ല എന്താ പറയുക, എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല, എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. ഭയങ്കരമായ തിരക്കുണ്ട് ഗൈസ്, നല്ല തിരക്കാണ്. നമുക്ക് രണ്ട് സൈഡും കുറേയധികം കടകൾ ഓപ്പണാക്കി ഭയങ്കര കച്ചവടം നടക്കുന്നൊരു മാർക്കറ്റാണിത്. നമ്മളിതാ ചോർ ബസാറിൻ്റെ ഇവിടെ തന്നെ തൊപ്പി ഇയാൾ. അയ്യോ അപ്പോൾ അത് പോട്ടെ, അതൊക്കെ അവിടെ സ്വാഭാവികമാണ്. അത് അങ്ങ് ദൂരെയായിട്ട് കാണുന്നതാണ് റെഡ് ഫോർട്ട്. നമ്മൾ രാവിലെ പോയതാണ്. രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കാണുന്ന മാർക്കറ്റിൻ്റെ തിരക്കും കാണാൻ കഴിയും. ഇവിടെ എങ്ങോട്ടാണ് പോകുന്ന ഒരു ഐഡിയ ഇല്ല ഗൈസ്, അത്രത്തോളം തിരക്കാണ്. നമുക്ക് ഇന്നിതാ ജസ്റ്റ് നടന്ന് നോക്കാം, നമുക്ക് ഡൽഹി മാർക്കറ്റിൽ നിന്ന് കാണാമല്ലോ. അപ്പോൾ ചോർ ബസാർ അതിൻ്റെ ഉള്ളിലോട്ടാണ്. ഇവിടുന്ന് അത് സൺഡേ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. നമ്മൾ വന്ന സ്ഥിതിക്ക് ഈ മാർക്കറ്റിൽ നിന്ന് കാണണമല്ലോ. ഏതൊരു നാട്ടിലും ഇതുപോലെ ഇഷ്ടംപോലെ ഒരു മാർക്കറ്റ് ഉണ്ടാവും, നല്ല വലിയൊരു മാർക്കറ്റ്. എല്ലാവരും എന്തിനും വേണ്ടി വരുന്നൊരു മാർക്കറ്റ് ഉണ്ടാവും, അതുപോലൊരു മാർക്കറ്റാണിത്. ഇത് നോക്കിയേ, അപ്പോൾ ഇത് കണ്ടില്ലേ, എന്താ മഞ്ഞ കളർ പെയിൻ്റ് അടിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഇതൊരു അടിപൊളി മാർക്കറ്റ് കേട്ടോ, ഇതൊരു രക്ഷയില്ല കാണാൻ. അതുകൊണ്ടോ അത് സൈക്കിൾ റിക്ഷയൊക്കെ പോകുന്നത്. ഇവിടുത്തെ മെയിൻ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടോ ഈ സൈക്കിൾ റിക്ഷ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആ മാർക്കറ്റിൻ്റെ അതായത് ആ ഏരിയയിലോട്ട് കയറുകയാണ്. പോയി നോക്കാം എന്താണ് അവസ്ഥ. നല്ല തിരക്കാണ്. ഇവിടെ കുറേയധികം സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഫുള്ള് ട്രാഫിക് ബ്ലോക്ക് കേട്ടോ. ഈ ഇലക്ട്രിക് ഓട്ടോകളുടെ ട്രാഫിക് ബ്ലോക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടുക്കുന്ന തിരക്ക് ഇത് നോക്കിയ കഴിച്ച് എത്രത്തോളം ആളുകളാണ്, എത്രത്തോളം തിരക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ എത്രത്തോളം കച്ചവടം നടക്കുന്നത്. കിവിയൊക്കെ ഉണ്ടല്ലോ, ഇത് എല്ലാവരും ബ്ലോക്കായി. നടന്നു പോയില്ലെങ്കിൽ ഇവിടെ കൊടുക്കുന്നുണ്ടോ. ഈ ഭാഗത്ത് വരുമ്പോൾ കുറച്ച് ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ്. അത്യാവശ്യം ക്വാളിറ്റി ഇല്ലാത്ത ഡ്രസ്സുകളാണ്. അതായത് ക്വാളിറ്റി ഉണ്ടെന്നല്ല, ക്വാളിറ്റി ഇല്ലാത്ത ഡ്രസ്സുകളാണ്. അതെടുത്ത് ഞാൻ പറയാം. ഷൂസൊക്കെ ഇത് ഒരു ഷോകം പിടിച്ച ഷൂസാട്ടോ. കാരണം കണ്ടാൽ മനസ്സിലാവും. കാരണം ഞാൻ മുമ്പ് ഇതുപോലെ ഒരു ഷൂവിൻ്റെ കടയിലൊക്കെ പണിക്ക് നിന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഷൂ കൂടിപ്പോയി കഴിഞ്ഞാൽ 2 വട്ടം ഇട്ട് കഴിഞ്ഞാൽ 3ാമത്തെ പ്രാവശ്യം ഉപയോഗിക്കാൻ കഴിയില്ല. ഇവിടെ നമുക്ക് നോ ഹോക്കിംഗ് സോൺ കൊണ്ടൊരു സോണിലെത്തിയിട്ടുണ്ട്. അതായത് കുരുവി. ഇതിപ്പോൾ എവിടെയൊക്കെ പോകാമെന്നൊരു കൊടുത്തില്ലല്ലോ. ഇവിടെ ഫുള്ള് ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. പക്ഷേ ആളുകളുടെ തിരക്ക് കമ്മിയായിട്ടുണ്ട്. പക്ഷെ ആ ഭാഗത്തോട്ട് നല്ല തിരക്ക്. നമ്മളൊരു മരത്തിൻ്റെയൊക്കെ ഒരു താഴെ എത്തിയിട്ടുണ്ട്. എല്ലാ 2 ആൽമരങ്ങൾ നിൽക്കണ കാണാൻ കഴിയും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ തിരിച്ചൊരു റൗണ്ട് അടിച്ച് ഒരിക്കൽ നടക്കണം. നമുക്ക് ഇനി ലെഫ്റ്റ് കയറി നോക്കാം. അതായത് ചോർ ബസാറിനോടൊക്കെ പോയിട്ട് കാര്യമില്ല, നേരെ പോയില്ല ചോർ ബസാർ പോയിട്ട് കാര്യമില്ല. കാരണം സൺഡേ മാത്രം ഓപ്പൺ ആവുന്ന ഒരു ബസാറാണ് ചോർ ബസാർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, റോഡ് സൈഡിലൊക്കെ കുറേയധികം സെക്കൻഡ് ഹാൻഡ് ഫോണോട് മുതൽ എല്ലാ അൽക്കുലത്തെ സാധനങ്ങളും കിട്ടുന്ന ഒരു സംഭവമാണ് ചോർ ബസാർ. അപ്പോൾ അതിപ്പോൾ ഒന്ന് കാണാൻ കഴിയില്ല, കാരണം ഇന്ന് സൺഡേ അല്ല. അപ്പോൾ നമുക്ക് മാർക്കറ്റിനെ കുറച്ച് നല്ല നല്ല കാഴ്ചകൾ കാണാം. കാരണം നമ്മൾ ഡൽഹി വരുമ്പോൾ ഡൽഹിയിൽ മാർക്കറ്റ് ഡൽഹിയിൽ മോശമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാറ് നിർത്തി 20,000 രൂപ പെനാൽറ്റി. അടിപൊളി. എന്നിരുന്നാലും ഇതാണ്ടില്ലേ പെനാൽറ്റി ഒക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ ഇതാണ്ടില്ലേ കാറൊക്കെ നിൽക്കുന്നത്. ഒരു കാര്യമാക്കണ്ട. പനിപൂരി കടയൊക്കെ ഇവിടെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഈ ഒരു ഇലക്ട്രിക് ഓട്ടോക്കാർ ഭയങ്കര സൂക്ഷിക്കണം കേട്ടോ. വന്ന് കാലിൽ കൂടെയൊക്കെ വണ്ടി കയറ്റും. അവർക്ക് തോന്നിയ പോലെയാണ് വണ്ടി ഓടിക്കുക. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ആ ഭാഗത്തേക്ക് നടന്നു നോക്കാം കേട്ടോ. ഇവിടെ കുറേയധികം ക്യാമറകളിലേക്ക് ആക്സസറീസ് വിൽക്കുന്ന ഷോപ്പുകൾ കാണാൻ കേട്ടോ. പിന്നെ ഇവിടുന്ന് ഒരു മാർക്കറ്റ് ഉണ്ട് ഗൈസ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടില്ലേ? ആദ്യം കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നേരെ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി അപ്പുറത്ത് ചാടാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേയധികം ഫുഡ് സ്ട്രീറ്റുകളൊക്കെ ഉണ്ട്. കണ്ടില്ലേ? ഓൾഡ് ഫേമസ് എന്തൊക്കെയോ ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഒരു മാർക്കറ്റാണ് കേട്ടോ. നമ്മൾ ചില മാർക്കറ്റുകൾ കണ്ടിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു സാധനമാണെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതവിടെ അങ്ങനെയല്ല, ഫുള്ള് മിക്സഡ് ആയിട്ടുള്ള നല്ല രസമുള്ളൊരു മാർക്കറ്റ്. കണ്ടില്ലേ? ഈ ഭാഗത്തായിട്ട് വേറൊരു ഏരിയ കണ്ടു ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം, തിരിച്ച് വരാം. വലുതായിട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ അടിക്കാം കേട്ടോ. ഇവിടെ കുറേ സിൽവർ പാത്രങ്ങളിലൊക്കെ ഷോപ്പാണ്. അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് തോന്നുന്നു. മാർക്കറ്റിൻ്റെ ഒരു ഉത്ഭാഗമാണ് തോന്നുന്നു. കാരണം അത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ മാത്രമുള്ളൂ. ജ്വല്ലറീസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. കണ്ടില്ലേ? വലിയ ജ്വല്ലറിയും കാര്യങ്ങളും മാത്രം. അവിടെ പോയി അവിടെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ശോകമാണ് കേട്ടോ. അവിടെ ഏരിയ കാണുമ്പോൾ തന്നെ പക്ഷേ അടിപൊളിയാണ്. സുഹൃത്തുക്കൾ, നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ജ്വല്ലറി ഷോപ്പിൽ നിന്ന് സാധനം തന്നു ഫ്രീ ആയിട്ട്. വെദ് പ്രകാശ് ലെമൺ വാലേ, അതായത് ലെമൺ സോഡയാണ് ഇവർ ഫ്രീ ആയിട്ട് തന്നാട്ടോ. എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്നെ വിളിച്ചു വരുത്തി തന്നാട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഫുള്ള് ജ്വല്ലറി ഷോപ്പുകളാണ്. തിളങ്ങി നിൽക്കുന്നൊരു ഷോപ്പ്. മേലോട്ട് നോക്കിയാൽ പോയി, താഴോട്ട് മാത്രം നോക്കിയാൽ മതി. കാരണം മേലെ ഫുള്ള് അയ്യോ ഇത് നോക്കിയേ, ഫുള്ള് വള്ളികളാട്ടോ. അതായത് വയറിൻ്റെ വള്ളികളാണ്. അങ്ങനെ കുറേ മാർക്കറ്റുകൾ. എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ല. നമുക്ക് അതിനുള്ളിൽ പോയാലോ? അങ്ങനെ ഒരു ഇടവഴി കൂടെ കയറി വേറെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കരകൗശല വസ്തുക്കളാണ്. അതായത് ഇതൊരു ലേഡീസിന് വേണ്ടിയിട്ടൊരു ഏരിയയും കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പൂജാ സാമഗ്രികൾ കിട്ടുന്നൊരു ഷോപ്പ്, ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അയ്യോ ഇതിൻ്റെ ഒരു തിളക്കം നോക്കി എന്ത് രസമാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിലൂടെ നടക്കാൻ ഒരു പ്രത്യേക രസം. എല്ലാ മാർക്കറ്റും പോലെ എല്ലാ ഡൽഹി മാർക്കറ്റ് കുറച്ച് വലുപ്പം കൂടി ഒരു മാർക്കറ്റാണ്. എത്ര കണ്ടാലും തീരില്ല, അത്രത്തോളം ഉണ്ട് കേട്ടോ. ഭയങ്കര വിയർത്തൊലിച്ചിട്ടാണ് ഈ മാർക്കറ്റിനുള്ളിൽ കൂടെ നടക്കുന്നത്. അത്രത്തോളം ചൂടാണ്. ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും ഞാനിങ്ങനെ വ്ളോഗ് ചെയ്ത് നടക്കുന്നുണ്ട് റോഡിൽ കൂടെ. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒന്ന് എസ്കേപ്പ് ആയി. കാരണം നടക്കാൻ കഴിയുന്നില്ല, അത്രത്തോളമാണ്. ഇവിടെ കണ്ടില്ലേ? ഇത്രയും വലിയ രീതിയിലുള്ള റോഡിൽ തന്നെ എത്രത്തോളം തിരക്കുണ്ടാകുമ്പോൾ ചെറിയ റോഡിൽ എങ്ങനെ ഉണ്ടാവും? 4 ദിവസമൊക്കെ മനസ്സിലാവും. ആകെപ്പാടെ പിരാന്തുണ്ട് കേട്ടോ. ഇവിടെ അടിപൊളി ഗുരുദ്വാര ഉണ്ട്. ഞാൻ ചിലപ്പോൾ ഗുരുദ്വാരയ്ക്ക് ഇന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഡൽഹീൻ്റെ സ്വന്തം ചാന്ദിനി ചോക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഗുരുദ്വാര ഉള്ളത്. അതായത് കുറേ സിഖ് വിഭാഗക്കാർ പെടുന്ന കുറേ സൈല് എന്തൊക്കെയോ കച്ചവടം ചെയ്യുന്ന കാണാൻ കഴിയും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റൊക്കെ കത്തിച്ചിട്ട് അടിപൊളിയായിട്ട് ഇപ്പോൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചാന്ദിനി ചോക്ക്. ഇനിയും എത്ര ദൂരം നടക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. എത്ര കണ്ടാലും മടുക്കാത്തൊരു അടിപൊളി മാർക്കറ്റാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. അത്രയും രസമാണ്. കാരണം അത്രയും സാധനങ്ങൾ ഇവിടെ കച്ചവടത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ നടന്ന് കാണാനുണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ ഗുരുദ്വാരയിൽ നിന്ന് കുറച്ച് വെള്ളവും കുടിച്ചിട്ട് ആളുകൾക്ക് കണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. തണുത്ത വെള്ളം കൊടുക്കുന്നുണ്ട്. വെള്ളവും കുടിച്ച് നമ്മളിതാ വീണ്ടും നടക്കാൻ വേണ്ടി തുടങ്ങി. ജംഗ്ഷന് പോലൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത നല്ലൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് ഗുരുദ്വാര എന്ന് പറയുന്നത്. ഇതൊക്കെ പരിപാടിയുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല കേട്ടോ. നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാന്ദി ചൗക്കിൻ്റെ തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോഴും. അവിടെ കുറച്ച് സിഖ് വിഭാഗക്കാർ എന്തൊക്കെയോ നിന്ന് പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടോ ചാന്ദിനി ചൗക്കിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇതൊക്കെ തന്നെ കേട്ടോ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടൊന്നുമില്ല, എല്ലാ മാർക്കറ്റും പോലെ തന്നെ. പക്ഷേ ഇത് കുറച്ച് വലുതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഭയങ്കര വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ ചാന്ദിനി ചോക്കിൻ്റെ, അതായത് നമ്മുടെ ഡൽഹി മാർക്കറ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇരുട്ടായി തുടങ്ങി. നിങ്ങൾക്ക് ഈ വീഡിയോയും കാഴ്ചകളും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണും. എല്ലാവർക്കും ഗുഡ് ബൈ.